ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നെയും ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം തരുന്ന എല്ലാ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും അതിൻ്റെ മുമ്പിലെ വെള്ളിയാഴ്ചത്തെയും നമ്മൾ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചിരുന്നു. ഒന്ന്, അവർ പറയുന്നത് പോലെ ചെയ്യുന്നില്ല. ഈ ഒരു കാര്യമായിരുന്നു കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും നമ്മളെ കാണിച്ചു തന്നായിട്ടുള്ളൊരു കാര്യം. ദാറ്റ് മീൻസ് വി ഹാവ് മോർ ടു ഒബേ. കർത്താവിൻ്റെ സന്നിധിയിൽ മുമ്പോട്ട് വരേണ്ടതായിട്ടുള്ള വലിയൊരു ആവശ്യം നമ്മളുടെ ജീവിതത്തിലെ കർത്താവ് പിന്നെയും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. യെസ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം തികഞ്ഞവരാകുന്ന ഒരു ദിവസം ഉണ്ടാകുകയില്ല. പക്ഷേ വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഒബേ. അനുസരിക്കാനായിട്ട് മുമ്പോട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കാണും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ഷോർട്ട് അക്കൗണ്ട്സ് കർത്താവുമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ദാറ്റ് ഈസ് when the Lord is telling you, keep obeying and keep going like that. That's the best thing to do. നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ഏറ്റവും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. I want to read a verse from Songs of Solomon, chapter 5. ഉത്തമഗീതം 5-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. Songs of Solomon, chapter 5, verse 9 and 10. ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഉത്തമഗീതം എന്നുള്ള പുസ്തകം സാധാരണഗതിയിൽ ഉത്തമഗീതം വായിച്ചിട്ടുള്ളവരൊക്കെ കൈവക്കി. എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ചിലരും വായിച്ചിട്ടില്ല. ഇനി വായിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഒന്ന് കൈവക്കണം. നമ്മൾ തന്നെ ചോദിക്കും, ഉത്തമഗീതം ബൈബിളിനകത്ത് എന്തിനാണ് എന്ന് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം. വൈ സോങ്സ് ഓഫ് സോളമൻ ഈസ് ദെയർ ഇൻ ദ ബുക്ക് ഓഫ് ബൈബിൾ? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇല്ല, ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകണം, ഉത്തമഗീതം നമുക്ക് തരുന്ന 2 പിക്ചറാണ് നമുക്കുള്ളത്. ഒന്ന്, ദ ഫസ്റ്റ് പിക്ചർ ഈസ് ബിറ്റ്വീൻ എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്. എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം എന്നുള്ളതിനെക്കുറിച്ച് കാണിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് കർത്താവ് നിർമ്മിച്ച ഒരു കാര്യമാണ്, കർത്താവ് തന്നെ വിഭാവനം ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു തെറ്റും യാതൊരു രീതിയിലുമില്ല. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിനകത്ത് ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഈ പുസ്തകം ബൈബിളിനകത്ത് ആഡ് ചെയ്യാൻ. കാരണം കർത്താവ് തന്നെ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദാറ്റ് ഈസ് ബിറ്റ്വീൻ ആൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഈ പ്രത്യേകിച്ചും ഉത്തമഗീതങ്ങളായിട്ടിരിക്കുന്നത്. അത് ഉത്തമഗീതങ്ങളുടെ ഒരു ഫേസ് ആണെങ്കിൽ, മറ്റൊരു ഫേസ് എന്ന് പറയുന്നത് കർത്താവും സഭയും എന്നുള്ള ബന്ധത്തെക്കുറിച്ചാണ്. കർത്താവും സഭയും കുറിച്ചില്ല. എങ്ങനെയാണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ പോറ്റുന്നു, അതുപോലെ കർത്താവ് നമ്മളെ പോറ്റുന്ന കാര്യം. ഈ രണ്ട് ഒരു അൽഗരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോങ്സ് ഓഫ് സോളമനിൽ നമുക്ക് പഠിക്കാൻ. അപ്പം എല്ലാ മാരീഡ് പീപ്പിളിനോടും പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം എന്താണ്? ഉത്തമഗീതം വായിക്കണമെന്നോ വായിക്കണ്ടെന്നോ? വായിക്കണം. എല്ലാവരും വായിക്കണം, വായിക്കാതിരിക്കരുത്. അത് നിങ്ങളുടെ കുടുംബജീവിതം ഈ നിലയിലാണോ എന്ന് ചെക്ക് ചെയ്യുകയും വേണം, തീർച്ചയായിട്ടും. കാരണം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് ദൈവത്തിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു തെറ്റുമില്ല. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായി വായിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അത്. വിവാഹം കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം സ്നേഹമെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റികളുണ്ട്. ആ റെസ്പോൺസിബിലിറ്റികൾ നമ്മൾ തീർക്കാനായിട്ട് നമ്മൾ കൊച്ചുങ്ങളെ നോക്കിയ, കൊച്ചുങ്ങളെ പഠിപ്പിക്കുക, കൊച്ചുങ്ങളെ കെട്ടിച്ചു വിടുക, അല്ലെന്നുണ്ടെങ്കിൽ ആ നിലയിൽ പോകുന്ന രീതിയിൽ അല്ല ദൈവത്തിൻ്റെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മനസ്സിലുള്ള കുടുംബജീവിതം ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു സന്തോഷത്തിൽ, കുടുംബജീവിതം എന്ന് പറയുന്ന ആ കുടുംബ ഇമ്പമാണ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇങ്ങനെ പറയുന്നത്, കുടുംബം ഭൂകമ്പമല്ല, കുടുംബം ഇമ്പം എന്നുള്ള നിലയിൽ തന്നെ നിലനിൽക്കണമെന്നുള്ള താല്പര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത്. സോ ദ ഫാമിലി ലൈഫ് ഷുഡ് ബി. നമുക്ക് പറയാനായിട്ട് കഴിയണം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ യെസ് ഇറ്റ് ഇസ് സ്വീറ്റ് എന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? പറയാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് മധ്യാഹ്നത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് മനസ്സാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. കർത്താവെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ആ നിലയിൽ ഉള്ള സ്നേഹത്തിൽ, പ്രത്യേകിച്ചും ബസാക്കൊക്കെ പറയാറുള്ളത് ഇത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നോക്കി വായിക്കണമെന്ന്. ഞാൻ പറയുന്നില്ലെങ്കിലും, ബട്ട് ദെൻ യു ബെറ്റർ റീഡ് ഇറ്റ്.
ഈച്ച് വൺ ഓഫ് us റീഡ് ഇറ്റ് ആൻഡ് സീ ടു ഇറ്റ് ദാറ്റ് യു ഹാവ് ഇറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷം ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പറയും വിവാഹിതർക്ക് വേണ്ടി മാത്രമല്ല, വിവാഹിതരല്ലാത്തവരൊന്നും വായിച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ദിസ് ഗീവ്സ് യു എ ക്ലിയർ ഐഡിയ, ദിസ് ഇസ് വാട്ട് ഇസ് ദെയർ. ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വി ഡോണ്ട് ഹാവ് ടു ഗോ അതർ സോഴ്സസ് ടു ലേൺ ഓൾ ദീസ് തിങ്സ്. ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രായോഗികമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരേണ്ടതായിട്ടുള്ളൊരു വലിയ കാര്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ ആ കുടുംബ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഒരു വിവാഹത്തിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അയ്യോ വീട്ടിൽ പോകണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ഭവനം നമ്മുടെ വീട്ടിലാണെങ്കിൽ ദർ ഇസ് സംതിങ് റോങ്. എന്തുകൊണ്ടാണ് ചിലരൊക്കെ ഓഫീസിൽ അധിക സമയം നിർബന്ധിതമായിട്ട് നമുക്ക് ജോലി ചെയ്യുന്നത്, ഇറ്റ്സ് ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ചിലരൊക്കെ ഓവർ ടൈം അങ്ങ് എടുക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ്? ഓവർ ടൈം ചെയ്യുന്നതാണ് വീട്ടിൽ പോകുന്നതിനെക്കാട്ടി നല്ലതെങ്കിൽ ഐ ബെറ്റർ ഡു ഓവർ ടൈം അല്ലേ എന്നുള്ള ഒരു ഗതികേടിലോട്ട് പോകത്തില്ലേ? അപ്പം വീട്ടിലോട്ട് വരുന്നത് എന്ന് പറയുന്നത് ഒരു സന്തോഷമായിരിക്കണം അല്ലേ? നമ്മുടെ വീട്ടിലോട്ട് വരിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് വരിക എന്ന് പറയുന്നത് അതൊരു സന്തോഷമായിരിക്കണം. ഏതൊരു ക്രിസ്തീയ കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഉള്ളിൽ ആ കാണേണ്ട ഒരു സന്തോഷമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് വളരേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ടാണ് വളരുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അതിനൊക്കെ ചില ഉത്തരവാദികൾ ആര് തന്നെയാണ്? പേരൻസ് തന്നെയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു പേരൻസിനെ കണ്ടിട്ടില്ല. അവർ തൊടുന്നതിനും പിടിച്ചതിനും എല്ലാം വഴക്കുണ്ടാക്കുന്ന ഒരു പേരൻസിനെയാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് കുഞ്ഞുങ്ങൾ ഒരു ടാൻജൻറ്റിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു ലൈനിൽ പോകുമ്പോൾ എൻ്റെ വീട്ടിലോ എനിക്ക് സ്നേഹം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്നേഹം കാണുന്നു. നിങ്ങളങ്ങനെ ഒരുപാട് കഥകൾ കേൾക്കാറായിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ സ്നേഹിക്കുന്ന ഒരു പേരൻസ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് ആരുടെയെങ്കിലും സ്നേഹം തേടി പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എന്നാ? ബിക്കോസ് അറ്റ് ഹോം വി ആർ നോട്ട് ഏബിൾ ടു സീ എ പ്രോപ്പർ ലവ്. അത് ദൈവത്തിന് വളരെ ക്ലിയർ ആയിട്ട് വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നൊരു ഭാഗം, ഇന്ന് നമ്മൾ പാടിയ പാട്ടിനകത്തും ഈ ഒരു പർട്ടിക്കുലർ സ്റ്റാൻസ വന്നു. എൻ്റെ പ്രിയൻ 10,000 പേരിലും സുന്ദരനാണ് അല്ലെങ്കിൽ സ്പെഷ്യലാണ്. 10ാമത്തെ വാക്യം 5:10 മൈ ബിലവഡ് ഈസ് വൈറ്റ് ആൻഡ് റൂഡി ചീഫ് എമംഗ് 10,000. വായിച്ചിട്ട് 10ാമത്തെ വാക്യം. എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവൻ ഒരു കാര്യം നമ്മുടെ മനസ്സിലാക്കണം. അതിൻ്റെ മേളത്തെ വാക്യത്തിൽ പറഞ്ഞ യെരൂശലേം പുത്രിമാർ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ പ്രിയൻ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്? വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് യുവർ ഹസ്ബൻഡ് ഓർ യുവർ വൈഫ്? നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അവർ സ്പെഷ്യലായിരിക്കണം. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പറയരുത് ആ സഹോദരിയെ കണ്ടോ, ആ സഹോദരി ഉണ്ടാക്കുന്ന സാമ്പാർ ഭയങ്കര രുചിയാണ്, അല്ലെങ്കിൽ അത് നന്നായിട്ട് ഒരുങ്ങിപ്പോകുന്നുണ്ടേ, അല്ലെങ്കിൽ ആ സഹോദരനെ കണ്ടോ അദ്ദേഹത്തിന് നല്ല ജോലിയാണ്, നിങ്ങൾക്ക് എന്താ ജോലിയും ഇല്ല ഒന്നുമില്ല കൂലിയും ഇല്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ പറയുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? അപ്പോൾ യെരൂശലേം പുത്രിമാരോട് പറയുകയാണ് എൻ്റെ പ്രിയൻ സ്പെഷ്യലാണ്. അപ്പോൾ അത് ചോദിക്കുകയാണ്, യെരൂശലേം പുത്രിമാർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് യുവർ ബിലവഡ്? 9ാമത്തെ വാക്യം, വാട്ട് ഈസ് യുവർ ബിലവഡ് മോർ ദാൻ അനദർ ബിലവഡ്? 9ാമത്തെ വാക്യം, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? അടുത്ത വാക്യം, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. വേറെ ആരെ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ സാധാരണഗതി വിവാഹത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, വിവാഹത്തിൻ്റെ ആ ഒരു മോമെൻറ്റ് കഴിഞ്ഞ പിന്നെ ഇനി നീ വേറെ ആരെയും നോക്കരുത്. ലെറ്റ് മീ ടെൽ യു വിൽ ഫൈൻഡ് പീപ്പിൾ മച്ച് ബെറ്റർ ദാൻ യുവർ ഹസ്ബൻഡ് ഓർ യുവർ സ്പൗസ് ഔട്ട്സൈഡ്, നോ ഡൗട്ട്. നിങ്ങൾ പറഞ്ഞ നിങ്ങളൊരു ജോലി എടുത്ത് തുടങ്ങി കഴിയുന്നുണ്ടെന്ന് തോന്നും, അതിനെക്കാട്ടും നല്ല മെച്ചമായ ഒരു ജോലി അപ്പുറത്ത് കാണാറില്ലേ? ഉണ്ട്, അപ്പുറത്ത് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ വിവാഹ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, യെസ് ദെയർ മേ ബി ബെറ്റർ തിങ്സ് ഔട്ട്സൈഡ്. എൻ്റെ ഭാര്യയെക്കാട്ടിലോ എൻ്റെ ഭർത്താവിനെക്കാട്ടിലോ ബെറ്റർ ആയിട്ടുള്ള ഒത്തിരിയും പേര് പുറത്ത് കാണുമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ഹാവ് ടേക്കൺ എ ഡെസിഷൻ ആൻഡ് ഹാവ് ടേക്കൺ കോൺഷ്യസ് ഡെസിഷൻ ആൻഡ് ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദിസ് വിൽ നോട്ട് ബി എനിത്തിങ് ബിയോണ്ട് ദിസ് മാരേജ്.
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയുകയാണ്, മൈ ബിലവഡ് ഈസ് വൈറ്റ് ആൻഡ് റൂഡി ആൻഡ് ചീഫ് എമംഗ് 10,000. 10,000 ശ്രേഷ്ഠനാണ്. ഇത് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് കാര്യം, ഏതൊരു കാര്യത്തെക്കാട്ടിലും ഏതൊരു വ്യക്തിയെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പം നമ്മളുടെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയായിരിക്കും? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു, നമ്മൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടും അത് ചെയ്യാത്തത്. we commit lot of things. We say, Lord, I want to do these things എന്നൊക്കെ പറയുന്നെങ്കിലും ചെയ്യുന്നില്ല. കാരണം ബിക്കോസ് യു ആർ നോട്ട് ദെയർ ബിഹൈൻഡ് ഇറ്റ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അവിടെ നിയമത്തിന് മേളിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ നിയമത്തിൻ്റെ അകത്ത് ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമങ്ങളുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി നിയമങ്ങളുണ്ട്. പക്ഷേ നിയമങ്ങളെ നോക്കിയല്ല സ്നേഹബന്ധത്തിൽ നിൽക്കുന്നത്, അതിന് മേളിലായിരിക്കും എപ്പോഴും. അപ്പോൾ നിയമങ്ങൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നൊന്നുമല്ല. ഇപ്പോൾ ഒരു പക്ഷേങ്കിൽ രാവിലെ ഭാര്യയോ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, നീ അങ്ങനെ നിയമം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ രീതി അങ്ങനെയാണ്, അതുകൊണ്ടാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ സ്നേഹം കൊണ്ടാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള ഒരു കപ്പിള് തങ്ങളുടെ വളരെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവരിങ്ങനെ അവലോകനം ചെയ്യായിരുന്നു. വാട്ട് വാസ് the something which they have done wrong എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരുന്നത് 2 പേര് അക്കൗണ്ട് സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബുക്കിനകത്ത് എഴുതിയാൽ ഞാൻ ചായ ഇട്ട് കൊടുത്തു, മറ്റേ ആൾ പറഞ്ഞ് ഞാൻ കടയിൽ പോയി സാധനം മേടിച്ചു, ഞാൻ കൊച്ചിനെ നോക്കി, ഞാൻ കൊച്ചിനെ ഒരുക്കി, ഞാൻ കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് വിട്ടു, കൊച്ചിന് ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തു. ബുക്കുകൾ ഇങ്ങനെ നിറഞ്ഞു പോവുക. പക്ഷേ ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. പക്ഷെ മനസ്സിനകത്തുണ്ട് ഈ ബുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക. ഏതെങ്കിലും ഒരു ഇഷ്യൂ വരുന്നുണ്ടേ ഈ ബുക്ക് എടുത്ത് തുറന്ന് കാണിക്കും, അല്ലേ? ഈ ബുക്ക് എടുത്ത് തുറന്ന് കാണിക്കും, ഞാനിത് ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സ്നേഹത്തിലാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതിന് രാവിലെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അതിനകത്ത് വലിയ കാര്യം എന്താ? അതിന് ട്യൂഷൻ ഫീസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സ്കൂൾ ഫീസ് കൊടുക്കുന്നു, എന്തോ വലിയ കാര്യം എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്നുള്ളേ ഉള്ളൂ, അല്ലേ? സ്നേഹത്തിൽ ഇതൊന്നും വലിയ കാര്യമല്ല. അപ്പോൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിൽ അടുത്തു വരുന്ന, നമ്മൾ ഒത്തിരി നിയമങ്ങൾ അനുസരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സ്നേഹത്തിലാകുമ്പോൾ വലിയ സന്തോഷമാണ്. ആത്മീയ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. പലപ്പോഴും നമ്മൾ മീറ്റിങ്ങിൻ്റെ ഓരോ കാര്യങ്ങൾ ചിലരൊക്കെ മീറ്റിങ്ങിനൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷവും ഇല്ല. മീറ്റിങ്ങിൽ നിന്ന് പോകുന്ന കണ്ടാലോ സന്തോഷമില്ല. എനിക്ക് അവരോട് ചോദിക്കണം, നിങ്ങൾ ആരെ സേവിക്കുകയാണ് വന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ, ദൈവത്തെക്കുറിച്ച് ഈ പറയുന്നത് ഇങ്ങനെയാണ്, മൈ ബിലവഡ് ഈസ് ബെറ്റർ ദാൻ 10,000 ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണെന്നാണ്. ആ കർത്താവിൻ്റെ മാധുര്യം നമ്മളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തെക്കുറിച്ച് പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറയാനും, നമ്മളിന്ന് പാട്ട് പാടി എനിക്കൊത്താശ വരുന്ന ആ ഒരു ദൈവത്തിൽ നിന്നാണെന്നൊക്കെ പറയുമ്പം, യെസ്, വാസ് ഇറ്റ് സോ ഇൻ ദ ലാസ്റ്റ് വീക്ക്? കഴിഞ്ഞ ഒരാഴ്ച അങ്ങനെ ആയിരുന്നോ? കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച നീ എൻ്റെ ഒത്താശയായിരുന്നു, നീ എൻ്റെ സഹായമായിരുന്നു, നീ എന്നെ നടത്തി. കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ധൈര്യത്തോട് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? അപ്പം ആ ഒരു കരുതൽ മേടിച്ച ഓരോ വ്യക്തികൾക്ക് ധൈര്യത്തോടെ പറയണം. എന്നാൽ തിരിച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. 2:4 സോങ്സ് ഓഫ് സോളമൻ ചാപ്റ്റർ 2 വേഴ്സ് 4. 2:4 അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അപ്പം he brought me to his banquet to the banqueting house and his banner over me was love. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളെ മാത്രമല്ല, കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് തോന്നും നമ്മളെ മാത്രമാണെന്ന്, പക്ഷേ കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കൊടി നമ്മുടെ മേൽ വെച്ചിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനായിട്ടുള്ളൊരു കാര്യമാണ്, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പം യോഹന്നാന് തോന്നിക്കാണും യോഹന്നാനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. പത്രോസിന് തോന്നിക്കാണും പത്രോസിനെ ആ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. തോമസിന് തോന്നിക്കാണും കർത്താവ് എനിക്ക് വേണ്ടി മാത്രമാണ്, കർത്താവ് പ്രത്യേകിച്ചായിട്ട് വന്ന് തോമസിനോട് പറയാനായിട്ട് കാണും. അങ്ങനെ ഓരോരുത്തർക്കും പറയാനായിട്ട് കഴിയും, മൈ ഗോഡ് ഇസ് സ്പെഷ്യൽ ഫോർ മീ. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുമോ? ഇന്ന് രാവിലെ നമുക്ക് പറയാനായിട്ട് കഴിയും, കർത്താവേ,
യെസ് ലോർഡ്, ഐ ക്യാൻ സേ ദാറ്റ് യുവർ ബാനർ ഓവർ മീ ഈസ് ലവ്. നിൻ്റെ ആ സ്നേഹത്തിൻ്റെ കൊടി എൻ്റെ മേൽ വെച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി കുഴപ്പമുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട് ഞാൻ കറുത്ത കേട്ടോ. കാരണം ഞാൻ കറക്കാനുള്ള കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിലൊക്കെ കൊണ്ട് ഞാൻ കറുത്തതാണ്. പക്ഷേ മറു സൈഡ് നിൽക്കുന്നത് ആരാണ്? ശലോമോൻ രാജാവാണ്. രാജാവിനോട് ഒക്കുന്നതായിട്ടുള്ള ഒന്നും എനിക്കില്ല. എൻ്റെ പണി എന്താണ്? ഞാനൊരു ഇടയ സ്ത്രീയാണ്. ഞാൻ എന്നെ ആടിനെ നോക്കുന്ന എനിക്കൊരു ജോലിയാണ്. വെയിലൊക്കെ കൊണ്ട് ഞാൻ കറുത്തതാണ്. എന്താ പോലും ഈ രാജാവിന് ഈ വ്യക്തിയോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ഹീ ഈസ് ഹോൾഡിങ് എ ബാനർ ഓവർ മീ, ഇറ്റ് ഈസ് റിട്ടൺ ലവ്. സ്നേഹത്തിൻ്റെ കൊടി എന്നെ മേലെ. അപ്പം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നിൽക്കുമ്പോഴും അതാണ് പലപ്പോഴും ചിന്തിക്കും ഒരു പെർഫെക്റ്റ് ആയിട്ട്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടൊക്കെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ മാരീഡ് പീപ്പിളിൻ്റെ മീറ്റിംഗ് ഒക്കെ വരുമ്പം അത് പെർഫെക്റ്റ് മാരീഡ് പീപ്പിൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. പിന്നെ നമ്മൾ ബ്ലസ്സഡ് മാരീഡ് ലൈഫ് എന്ന് മാറ്റി. കാര്യം എന്ന് വെച്ചാൽ പെർഫെക്റ്റ് മാരീഡ് ലൈഫ് എന്നൊരു സംഭവമില്ല. മനസ്സിലാകുന്നോ? അത് ബ്ലസ്സഡ് ആക്കി തീർക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവത്തിൻ്റെ കൃപയാൽ അത് ബ്ലസ്സഡ് ആയി തീരുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ഒത്തിരി കുറവുണ്ടെങ്കിലും ദൈവത്തിന് നമ്മളുടെ മേൽ പിടിച്ചിരിക്കുന്ന കൊടി എന്നാണ്? സ്നേഹത്തിൻ്റെ കൊടി. അപ്പോൾ തിരിച്ചും എന്നോട് പറയുകയാണ് എനിക്ക് ഒത്തിരി കുറവുണ്ടെന്നേ. ശരിയാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? നിങ്ങളൊക്കെ രാജകൊട്ടാരത്തിലാണ്. ഞാൻ എവിടെയാണ്? ഞാൻ ഈ ആടിനെയും തീറ്റി ഞാൻ എവിടെ നടക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ മുന്തിരിയുടെ ഇടയിലൊക്കെ നടന്ന് എൻ്റെ കളറൊക്കെ ആകെ മങ്ങിയതാ. പക്ഷെ എങ്കിലും എൻ്റെ പ്രിയനോ എന്നോട് ഭയങ്കര സ്നേഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? പ്രിയസാരാണ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അത് കളറിൻ്റെയോ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ആ സ്നേഹബന്ധം. അപ്പം നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന അതുപോലെ. അപ്പം അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കർത്താവിൻ്റെ അടുക്ക് നമുക്ക് പറയാൻ വേണ്ടി ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗോഡ് ഗേവ് മീ സംതിങ്. എനിക്കൊരു ജോലി തന്നുകൊണ്ടല്ല ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. എനിക്ക് ദൈവം എന്തെങ്കിലും തന്നുകൊണ്ടോ എനിക്ക് സ്ഥാനക്കയറ്റം തന്നതുകൊണ്ടോ ഇതൊന്നും അല്ല ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്. കർത്താവ് എന്നെ കണ്ടു, കർത്താവിനെ പൊക്കിയെടുത്തു, അവൻ്റെ മഹത്വത്തിൻ്റെ കൂടിയിരിക്കാൻ എന്നെയും കൂടെ അവിടെ ഇരുത്താൻ ദൈവത്തിന് എന്നോട് മനസ്സലിവ് തോന്നി. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ രണ്ട് ചിത്രങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ കുടുംബജീവിതവും ശരിയാവണം. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പേഴ്സണൽ ലൈഫ് കർത്താവുമായിട്ടൊരു സന്തോഷത്തോടു കൂടെ ചെയ്യണം. പരീക്ഷന്മാർക്ക് എന്താ പറ്റി? പരീക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ധൂർത്തുപുത്രൻ്റെ കഥയിൽ നമുക്കറിയാം, മൂത്ത ചേട്ടൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ സന്തോഷമില്ലായിരുന്നു. പറഞ്ഞു, എനിക്കൊരിക്കൽ പോലും നീ അത് തന്നിട്ടില്ല, എനിക്കൊരിക്കൽ പോലും സന്തോഷമില്ലായിരുന്നു, ഞാൻ ചോദിച്ചൊന്നും തന്നിട്ടില്ല, ഞാൻ ആളിനെ ആഗ്രഹിച്ചു, എനിക്ക് തന്നിട്ടില്ല, എനിക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് തന്നിട്ടില്ല, ഒന്നും എനിക്ക് തന്നിട്ടില്ല. പക്ഷേ ആ അപ്പൻ്റെ സന്നിധിയിൽ ഇതെല്ലാം നിനക്കുള്ളതാണെന്നൊന്നും അദ്ദേഹം മറന്നുപോയി. അപ്പോൾ ക്രിസ്തീയ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വളരെ ബോറിംഗ് ആയി തീരാം. ഞാൻ ഐ വോണ്ട് ടു ടെൽ യു, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഈസ് ഇറ്റ് സെയിം വിത്ത് യു? നിങ്ങൾക്ക് പറയാനായിട്ട് പേഴ്സണലായിട്ട് കഴിയുമ്പോൾ യെസ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് അതൊരു എക്സൈറ്റ്മെൻറ്റാണ്. ഭക്തന്മാരൊക്കെ പാടി ആനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ബിക്കോസ് ഐ ക്യാൻ ടോക്ക് ലൈക്ക് മൈ ഫാദർ. എൻ്റെ ഒരു പിതാവിൻ്റെ അടുക്കൽ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ദൈവത്തോട് സംസാരിക്കാനായിട്ട് കഴിയും. അവൻ എൻ്റെ കൂടെ നടക്കുന്ന അവൻ്റെ സ്നേഹം കാണുമ്പോൾ, ഞാൻ പലപ്പോഴും തെറ്റിയപ്പോഴും അവൻ എന്നെ കൈവിടാതെ നടത്തിയൊരു സ്നേഹമൊക്കെ കാണുമ്പം എനിക്ക് അവനോട് എന്തൊക്കെയാ പറയാനെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു സ്നേഹബന്ധത്തിലാണോ ഞാൻ? നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ക്രിസ്തീയ ജീവിതം അങ്ങനെയാണോ പോകുന്നത്? അതോ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോകണമല്ലോ, ബൈബിൾ ഒരു കുഞ്ഞുങ്ങളൊക്കെ നമ്മളിപ്പം ബൈബിളിൻ്റെ വചനങ്ങളൊക്കെ കാണാൻ പഠിക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കുഞ്ഞുങ്ങൾ അങ്ങനെയല്ലേ, ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഓർക്കുന്നത്. അപ്പം അത്ര മാത്രമേ നമ്മൾ അതിനു വേണ്ടി മെനക്കെടുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാര്യം. നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തല്ല, പക്ഷേ വൺ തിങ് ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഓൾ ഷോസ് ദാറ്റ് ഹൗ മച്ച് വി ആർ റെഡി. നമ്മൾ കർത്താവിന് വേണ്ടി എന്തുമാത്രം. ഒരു കാലം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു, അദ്ദേഹം എത്ര പരീക്ഷ ഉണ്ടെങ്കിലും അതിനെയും ഫൈനൽ എക്സാം ആണെന്ന് കൂട്ടിക്കോ, ശനിയാഴ്ച രാത്രി ബുക്ക് തൊടുന്ന പരിപാടിയില്ല. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, പക്ഷേ ബുക്ക് തൊടുന്നു. ഞാൻ അന്നേരം ഓർത്തു, അവൻ്റെ വീട്ടിൽ അങ്ങനെയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിൽ പഠിത്തമില്ല, നാളെ രാവിലത്തെ സൺഡേ സ്കൂളിലും പള്ളിയിൽ പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എന്തിനാ? പക്ഷേ ശനിയാഴ്ച രാത്രി പഠിക്കും, കാരണം ഞായറാഴ്ച എനിക്ക് മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ ശനിയാഴ്ച അപ്പോഴും അവൻ പറയും, ശനിയാഴ്ച രാത്രി
ചെറുപ്പം തൊട്ടേ ഞങ്ങൾ പഠിക്കാറില്ല. ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അപ്പം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്നേഹത്തിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കൽപ്പനകളാകാൻ പാടില്ല. അങ്ങനെ ചെയ്യണമല്ലോ, അങ്ങനെയുള്ള ആയി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഡിഫിക്കൽട്ടായി. പരീശന്മാരുടെ ജീവിതത്തിലെല്ലാം കൽപ്പനകളായിരുന്നു. അത് ചെയ്യരുത്, ശബത്തിൽ അങ്ങനെ ചെയ്യരുത് എന്നെല്ലാം കൽപ്പനകളായി തീർന്നു. അതിൻ്റെ എസൻസ് വിട്ടുപോയി. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ ജീവിക്കാനല്ല പ്രിയ സഹോദരങ്ങളെ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വളരെ സന്തോഷത്തോടെ സോങ്സ് ഓഫ് സോളമനിൽ എഴുതിയിരിക്കുന്ന ഒരു സ്നേഹബന്ധം ഹസ്ബൻഡ് ആൻഡ് വൈഫുമാണെങ്കിൽ നമുക്ക് പറയണം, നമ്മളും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം ആ നിലയിൽ ലൈവ്ലി ആയിരിക്കണം. ഹല്ലേലൂയ. വെള്ളിയാഴ്ച ഇവിടുന്ന് പോയതിന് ശേഷം അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? കർത്താവില്ലാത്തൊരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പറ്റും? കർത്താവ് എല്ലാ ദിവസവും കർത്താവിൻ്റെ കൂടെ സംസാരിക്കുകയും എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് ധാരാളം നേരം ഇരുന്ന് ബൈബിൾ സ്റ്റഡി എല്ലാ ബൈബിളും എടുത്ത് തുറക്കുകയും അല്ലെങ്കിൽ അനേകം നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക, അതൊന്നും അല്ല എൻ്റെ അർത്ഥം. പോകുന്ന പോക്കിൽ കർത്താവിനോടുകൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും, കർത്താവെ ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്, ദ ലവ് റിലേഷൻഷിപ്പ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ ഒരു പക്ഷെങ്കിൽ ധാരാളം ബൈബിൾ സ്റ്റഡിയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കാണും, ഒരു പക്ഷെങ്കിൽ. പക്ഷേ സമയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പോകുന്ന പോക്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള, ഞങ്ങൾ കോളേജിൽ ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇടിയാണ് ട്രെയിനിൽ. ഭയങ്കര ഇടി എന്ന് പറഞ്ഞാൽ കയറുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബോംബെയിലെ ട്രെയിനിലെ കാര്യങ്ങൾ അന്ന് 10-20 വർഷം മുമ്പിലത്തെ കാര്യമാണെന്ന്, ഇന്ന് അത്രയും അധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കും എല്ലാ ദിവസവും രാവിലെ 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ കിട്ടും നമുക്കൊരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷൻ വരെ. ഈ ഒരു സ്റ്റേഷനിൽ ദൈവത്തിൻ്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ബ്രദറെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലത്തെ ഒന്നും കഷ്ടങ്ങൾ നിങ്ങൾ ആർക്കും അനുഭവിക്കുന്നില്ല. കയറാൻ ബുദ്ധിമുട്ടണം. ആ ബൈബിൾ ഈ അതിനകത്ത് കൊണ്ടുവന്ന് ഇതൊന്ന് തിരിഞ്ഞ്, പുറത്ത് നല്ല ഇടിയായിരിക്കും ഇങ്ങനെ സൈഡ് കിട്ടുന്നത്, ആ സൈഡ് തിരിഞ്ഞ് ബൈബിൾ വായിച്ച് അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് വായിച്ച് കർത്താവ് അങ്ങ് അടുത്ത സ്റ്റേഷൻ ഇറങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് സംസാരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കംഫോർട്ടുകൾ കൂടുമ്പോഴും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുന്നു, അതോ കുറയുന്നു? അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. ലെറ്റ്സ് ഓൾസോ റീഡ് എഫിഷ്യൻസ് ചാപ്റ്റർ 5. എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ മറ്റേ സൈഡ് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 5:32, 31, 32. എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇപ്പം നമുക്കറിയാം, സാധാരണഗതിയിൽ നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്കറിയാം. അപ്പം കർത്താവ് പറയാണ്, കർത്താവും നമ്മളുമായിട്ടുള്ളൊരു ബന്ധം ഈ ലോകത്തിൽ നമ്മളൊരു ബന്ധം നോക്കുമ്പോൾ വിവാഹ ബന്ധത്തിന് തുല്യമാണ്. ആ ഒരു സെയിം ബന്ധത്തിലാണ് നോക്കുന്നത്. അപ്പോൾ ആ വിവാഹ ബന്ധത്തിൽ എന്തൊക്കെയുണ്ടോ അത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. കർത്താവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിലും അതെല്ലാ കാര്യങ്ങളെല്ലാം തന്നെ കാണും. അപ്പോൾ അവിടെ കാണുന്നതായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം, ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു സബ്മിഷനുണ്ട് അല്ലേ? അന്യോന്യം ഒരു സബ്മിഷനുണ്ട്. അത് കീഴ്പ്പെടുത്തലല്ല, കീഴ്പ്പെടുന്നതാണ്. മനസ്സിലായോ? കീഴ്പ്പെടുത്തലല്ല. അപ്പം വിൽഫുള്ളി നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ എൻ്റെ ഭർത്താവ് പറയുന്നൊരു കാര്യം കേൾക്കാനായിട്ട് ഞാൻ മനസ്സ് വെക്കുന്നു എന്ന് പറയുന്നത് ഒരു വിൽഫുള്ളി ഒരു സബ്മിഷനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്ന പല പ്രാവശ്യം കണ്ട് പൗലോസ് ഒരു സ്ത്രീ വിരോധിയാണെന്നും, അല്ലെങ്കിൽ പൗലോസ് ഈ പറഞ്ഞതുപോലെ പൗലോസ് അല്ല, ഇത് ശരിക്കും കർത്താവ് വരെ പറഞ്ഞത് മാത്രമേ നമ്മൾ എടുത്താൽ മതിയെന്നും എന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ പൗലോസ് അങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഒരു വ്യക്തിയേ അല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എഴുതിയിരിക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തലയ്ക്ക് എണ്ണയായിട്ട് എടുക്കണം. എന്നാൽ നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? അന്യോന്യം കീഴ്പ്പെടലുണ്ടായിരിക്കണം. പക്ഷെ കീഴ്പ്പെടുത്തലല്ല, നമ്മൾ അന്യോന്യം അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പനിയുടെ തന്നാൽ പോരെ നമ്മളെ കീഴ്പ്പെടുത്താൻ? അതുപോലും വേണോ? ശ്വാസം മേളിലോട്ട് പോയി താഴോട്ട് എടുക്കാൻ പറ്റാതിരുന്നാൽ പോരെ? നമ്മളെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ്. എന്നാൽ പോലും ദൈവം എന്തെങ്കിലും നമ്മളെ ചെയ്യുന്നുണ്ടോ?
ആ സ്നേഹത്തിൽ പിന്നെയും നമ്മളോട് സംസാരിക്കുന്ന ഒരു അപ്പം അവിടെ നമ്മളൊക്കെ കാണുന്ന ഒരു സബ്മിഷനുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലേ? ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കർത്താവിന് സഭയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവസഭയെ പരിപാലിക്കുന്നത് ഒരു പക്ഷേങ്കിൽ ഞങ്ങളൊക്കെ ഫ്രണ്ട് നിൽക്കുന്നെങ്കിലും ദൈവസഭയെ പരിപാലിക്കുന്നത് കർത്താവാണ് ദൈവസഭയെ പരിപാലിക്കുന്നത്. കർത്താവിൻ്റെയാണ് ദൈവസഭ. ആ ദൈവസഭയെ പരിപാലിക്കുന്ന കർത്താവ്. അതിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാട്ടി കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത് ആർക്കാണ്? കർത്താവിനാണ്. കാരണം കർത്താവാണ് വില കൊടുത്തത്. സോ ബിക്കോസ് ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ചേർച്ച്. ദൈവസഭയുടെ തലയാണ്. അപ്പോൾ അതുപോലെ തന്നെ കർത്താവ് സഭയെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. തിരിച്ചും അതുപോലെ ദൈവം നമ്മളോട് ചോദിക്കുക, ഡു വി ഓൾസോ ലവ് ദ ലോർഡ് ലൈക്ക് ദാറ്റ്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ കേട്ടു, നിങ്ങൾ പറഞ്ഞിട്ടും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. ആ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സ്നേഹിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ റെസ്പോൺസ് എന്താ? നമ്മൾ പറയാം, ഓ നമുക്ക് അവരുടെ ദൈവം നല്ലതാണ്, കാരണം അവർക്ക് ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. അവരുടെ ദൈവം നല്ലതാണ്, കാരണം അവർക്ക് എന്തും ചെയ്യാം അല്ലേ? അവർക്ക് എന്തും ചെയ്യാം. പ്രിയ സഹോദരങ്ങളെ, ശരിയായ ദൈവം നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരുമോ? ശരിയായ പിതാവും മാതാവും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും കൊടുക്കില്ല. ഞാനാണെങ്കിൽ കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ ശരിയായ പിതാവ്, സ്വർഗത്തിലെ പിതാവ് നമ്മൾ ചോദിക്കുന്നതിനെല്ലാം യെസ് മോനെ യെസ് മോളെ എന്നല്ല. ദർ മേ ബി നോ, ദർ മേ ബി സംതിങ് ഇറ്റ് സേസ് യു ഹാവ് ടു വെയിറ്റ്. അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ശിക്ഷണങ്ങൾ തന്നിരിക്കും. പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അപ്പോൾ അതിനകത്ത് സബ്മിഷനുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, സ്നേഹബന്ധമുണ്ട്, പിന്നെന്തുണ്ട്? ദർ ഇസ് ഓൾസോ ബൗണ്ടറീസ് അല്ലേ? കുടുംബജീവിതത്തിനകത്ത് ബൗണ്ടറികൾ ഇല്ലയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ബൗണ്ടറീസ് ഉണ്ടല്ലേ. ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ആ ബൗണ്ടറിക്കകത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ നിന്നിട്ടുള്ളൂ. അടുത്ത വീട്ടിലോട്ട് കയറാൻ നമുക്ക് ദൈവം അവസരം തന്നിട്ടില്ല. അതൊരു ബൗണ്ടറിയാണ്. ആ ബൗണ്ടറി വരച്ചിട്ടൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ ദൈവം വച്ചിരിക്കുന്ന അതിരാണ്. ആ അതിര് ക്രോസ് ചെയ്യരുത്. അതുപോലെ തന്നെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും ആ ബൗണ്ടറീസ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന അനേക കേസുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറീസ് നമ്മൾ സൂക്ഷിക്കാത്തതാണ്. നിങ്ങൾ 38 ജോബിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയാൽ, യോബിൻ്റെ 38 അധ്യായത്തിൽ, ലെറ്റ്സ് റീഡ് Job chapter 38, that is Job's last statements against his friends. അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 38 31 അധ്യായത്തിന് 1 വാക്യം, 31:1. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? ഇപ്പം ഇത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് മാത്യു ചാപ്റ്റർ 5-6 വാക്യങ്ങളല്ലേ അദ്ദേഹം അനുസരിക്കുന്നത്. ഇത് പഴയ നിയമ പുസ്തകം പോലും ഇല്ലാതിരുന്ന സമയത്ത് യോബ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഹി ഹസ് കെപ്റ്റ് എ ബൗണ്ടറി ഫോർ ഹിസ് ഐസ്. കണ്ണിന് ഒരു ബൗണ്ടറി അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. എന്താണ് ആ ബൗണ്ടറി? ഐ ഹാവ് മെയ്ഡ് എ കവനൻറ്റ് വിത്ത് മൈ ഐസ്. വൈ ദെൻ ഷുഡ് ഐ ലുക്ക് അപ്പോൺ എ യങ് വുമൻ? And then for what is the allotment of God? For what is the allotment from God from me? അടുത്ത വാക്യം വായിച്ചാൽ, എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? അടുത്ത വാക്യം, നീതി കെട്ടവന് അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? എൻ്റെ വഴികളെ അവൻ കാണുന്നില്ലയോ? എൻ്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ? ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ, എൻ്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിൽ എന്നെ തൂക്കി നോക്കുമാറാകട്ടെ. അപ്പം ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം. അപ്പം ഈ സ്നേഹബന്ധത്തിൽ ബൗണ്ടറീസ് ഉണ്ട്. ഇവിടെ ഒരു കുടുംബജീവിതത്തിലെ നമുക്കുള്ള ബൗണ്ടറീസ് പോലെ തന്നെ
നമ്മളുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസ് തന്നെയാണ് നമ്മളുടെ ലോ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിൽ നടക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേ ലീവ് എബവ് ദ ലോ, ദേ വിൽ ഫുൾഫിൽ ദ ലോ ആൻഡ് ദേ ലീവ് എബവ് ദ ലോ. നിയമത്തിന് മേളിലായിരിക്കും നമ്മൾ നടക്കുന്നത്. അത് ദണ്ഡനം പേടിച്ചിട്ടാണോ? എൻ്റെ കർത്താവ് നിങ്ങളുടെ ഭർത്താവ് വന്ന് നിങ്ങളെ അടിക്കും എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതൊക്കെ ഇരിക്കുന്നത്? അതോ ഭർത്താവിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടല്ലേ? അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ആ ഒരു സ്നേഹബന്ധത്തിൽ എപ്പോഴും ആയിരിക്കണമെന്നാണ്. ലൂക്കോസിന് 24-ാമത്തെ അധ്യായത്തിൻ്റെ 52-53 വാക്യങ്ങളിൽ ക്രിസ്ത്യൻസിൻ്റെ ജീവിതത്തിലെ ഒരു എഫക്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന് 24, 52, 53 വാക്യങ്ങൾ. 24 വേഴ്സ് 51 and 52. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അപ്പം അവർ എങ്ങനെയാ പോയെ? കരഞ്ഞോണ്ട് പോയല്ലേ? കരഞ്ഞോണ്ടാണോ പോയെ? മഹാസന്തോഷത്തോടു കൂടെ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവേശു നമ്മളുടെ അവകാശമാണെങ്കിൽ, ക്രിസ്തുവേശു നിങ്ങളുടെ ആത്മമണവാളനാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു എക്സ്പ്രഷനാണിത്. മനസ്സിലായോ? എന്താണ് ആ എക്സ്പ്രഷൻ? മഹാസന്തോഷം. ദേ വർഷിപ്പ് ദ ലോർഡ്. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സന്തോഷത്തോടെ പോയി. എന്താണ്? ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടിയത് കൊണ്ടല്ല, പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ടല്ല. പക്ഷേ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സന്തോഷം, എൻ്റെ ഈ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വലിയൊരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം. 8 chapter 34, 8-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. നമുക്കറിയാം, സാഹചര്യം അറിയാം. ഷണ്ഡനും ഫിലിപ്പോസും തമ്മിലുള്ള സംസാരം. അത് കഴിഞ്ഞതിന് ശേഷം അവർ സുവിശേഷ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സ്നാനത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. സ്നാനപ്പെട്ടതിന് ശേഷം 39-ാമത്തെ വാക്യം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ഡൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. സന്തോഷിച്ചു പോയോ അതോ കരഞ്ഞുകൊണ്ട് പോയോ? എങ്ങനെയാ പോയേ? സന്തോഷിച്ചാ പോയെ. അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം സന്തോഷിച്ചാ പോയെ, വളരെ സന്തോഷത്തോടു കൂടി. കർത്താവ് യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ നമുക്ക് സന്തോഷമുണ്ടോ? കർത്താവിൻ്റെ കൂടെ നടക്കുന്നതിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. എനിക്ക് പറയാനാണ്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ ആത്മമണവാളനാണ്. ഞാൻ കർത്താവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുകയാണ്. നിങ്ങൾ ഇഫ് യു റീഡ് ദ ലാസ്റ്റ് വേഴ്സ് ഓഫ് സോങ്സ് ഓഫ് സോളമൻ്റെ ഒടുവിലത്തെ വാക്യം എന്ന് വായിച്ചത്. നിങ്ങളുടെ ഒടുവിലത്തെ വാക്യം. എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോകുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ ഇഫ് യു റീഡ് ദാറ്റ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഫോർ യു. വായിച്ചാട്ടെ. റീഡ്. Make haste, my beloved, and be like gazelle or a young stag on the mountains of spices. You see the same thing. Go to Revelations and read. കർത്താവ് യേശു ക്രിസ്തുവേ വേഗം വരണമേ എന്നുള്ള ആ ഒരു ചിത്രം. Because they want to be together forever. മനസ്സിലായോ? വേഗം, make haste, വേഗം വരണമേ. സെയിം തിങ്. You go to Revelations at the end, you see the same thing. എന്താ നമ്മൾ കാണുന്നത്? ഒടുവിലത്തെ വെളിപ്പാട് ദിവസം 22-ാമത്തെ അധ്യായത്തിൽ, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. അപ്പം ആ ഒരു തിടുക്കമാണ് ഉണ്ടാകുന്നത്. എന്താ? കർത്താവിൻ്റെ കൂടെ എന്നേക്കും ഇരിക്കാനുള്ളൊരു തിടുക്കം. അത് സ്നേഹബന്ധത്തിലുണ്ടാകും. അല്ലാതെ കൽപ്പന മിനിമം, ബെയർ മിനിമം, ഓക്കെ രക്ഷിക്കപ്പെടണമല്ലോ, പിന്നെ സ്നാനപ്പെടണമല്ലോ, ഇതൊന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഇതൊക്കെ എന്താ കാര്യം? നിയമങ്ങളായിരിക്കാം, ചെയ്യേണ്ടത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ സ്നേഹമില്ല. സ്നേഹത്തിലോട്ട് വരുമ്പോഴേക്കും കർത്താവെ അതും അതിൻ്റെ അപ്പുറവും കർത്താവിൻ്റെ കൂടെ ചെയ്യും. കർത്താവെ നീ വരണമേ എന്നുള്ള ഒരു വലിയ സന്തോഷം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം, Acts chapter 4, Acts chapter 3 verse 8. 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം.
3:8 വാക്യം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ സൗഖ്യമാക്കപ്പെട്ട മുടന്തനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ജന്മനാൽ മുടന്തനായ മനുഷ്യൻ, അവൻ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോഴേക്കും അവൻ എങ്ങനെയാണ് പോയെന്നറിയോ? ലീപ്പിംഗ് ആൻഡ് സിംഗിങ് ആൻഡ് പ്രൈസിങ് ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് പോവുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ എണ്ണമില്ലാത്ത പാപങ്ങൾ ക്ഷമിച്ചു തന്ന് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവ് ഇതിൻ്റെ തങ്കച്ചോരയാൽ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ ശുദ്ധമാക്കി തീർത്തതോർത്ത്, ആൻഡ് ഹി സെഡ് സിംഗിങ് അണ്ടർ ദ ലോർഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തിയും, കർത്താവെ നിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നിൻ്റെ അടുത്തിരിക്കാനായിട്ട് എനിക്കും യോഗ്യത തന്നല്ലോ, സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ എനിക്കും യോഗ്യത തന്നല്ലോ എന്ന് ഓർക്കുമ്പം, കർത്താവെ നീ ഞങ്ങളുടെ എത്ര കരുണയുള്ളവനാണെന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ചാപ്റ്റർ 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. At the midnight, Paul and Silas were praying and singing hymns to God, and the prisoners were listening to them. Hallelujah. ബുദ്ധിമുട്ടുകളുടെ സാഹചര്യത്തിൽ പോലും അവർക്ക് പാട്ട് പാടുന്നതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നറിയാമോ? അവരുടെ joy was not depending on any external ആയിട്ടുള്ള തിങ്സ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ കിട്ടുമ്പോഴോ ഒക്കെ നമുക്ക് സന്തോഷമാണെങ്കിലും, പക്ഷേ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. അതിന് മേളിൽ നമുക്കിനി ലോകത്തിൽ നിന്നൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാനോ എടുക്കാനോ ഒന്നുമില്ല. ലോകത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും, പക്ഷേ ആ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പം ബാക്കി സന്തോഷങ്ങളെല്ലാം ചെറിയ സന്തോഷങ്ങൾ മാത്രമാണായിരിക്കും. ഇവിടെ അവരുടെ ജീവിതത്തിൽ അവരെ കാരാഗ്രഹത്തിലായി. ഇനി അടുത്ത് എന്താണെന്ന് അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ അവർ തല്ലിക്കൊല്ലാം, ഒരു പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാം. അപ്പോഴും അവർ കാരാഗ്രഹത്തിൽ. നമ്മൾക്ക് കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് നമ്മളത് പിന്നെയും വായിക്കുന്നത്. പക്ഷേ അവർക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കാൻ. അവിടെ കിടന്നും കാലുകളൊക്കെ ആമത്തിലിട്ടും അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ ജോയ് ഇൻ ക്രൈസ്റ്റ്. അതാണ് ക്രിസ്തുവിലുള്ള സന്തോഷം. ആ സന്തോഷം ഏതെങ്കിലും കാര്യങ്ങൾ ലഭിച്ചാലുണ്ടാകുന്ന സന്തോഷമല്ല, ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ ഉള്ള സന്തോഷമല്ല, മറിച്ച് അവനോടുള്ള സ്നേഹത്തിൽ നിന്നുള്ള സന്തോഷമാണ്. പ്രിയസഹോദരങ്ങളെ, ദൈവം നമ്മളോട് ചോദിക്കുന്നത്, പരീക്ഷന്മാരെ ഒരു സൈഡിൽ നമ്മളെ നിർത്തിക്കൊണ്ട് കർത്താവ് നമ്മുടെ ഇഫ് യു വോണ്ട് ടു ബി ലൈക്ക് ദം, നിങ്ങൾക്ക് അവരെ പോലെ വേണമെങ്കിലാവാം. വെള്ള തേച്ച ശവക്കല്ലറകൾ, എക്സ്റ്റേണലി വെരി നൈസ്, നല്ല പെയിൻ്റൊക്കെ അടിച്ച് കുഴപ്പമൊന്നുമില്ല, കുട്ടപ്പന കണ്ടിട്ടില്ലേ? ശവക്കല്ലറ പുറത്തു നോക്കി കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുന്നു. വെള്ളയൊക്കെ അടിച്ച് നല്ല മാർബിളൊക്കെ ഒട്ടിച്ച് പേരുമൊക്കെ ഇട്ട് നല്ല ഓട്ടോ ഓടി എന്നൊക്കെ പറഞ്ഞ് താഴെയൊക്കെ എഴുതിയ. പക്ഷേ ആൾ നടന്നായിരുന്നോ പോയായിരുന്നോ നിന്നായിരുന്നോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഇവിടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ആ സന്തോഷത്തിൽ നിന്ന് ആ അപ്പോസ്തലന്മാർ പാടുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രയാസവും ഇല്ല. അത് കഴിഞ്ഞ് അടിച്ചതിന് ശേഷം ആ ജയിലർ അവരെ ഫ്രീ ആക്കി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒരു പ്രയാസം അവരോടൊന്നും ഇല്ല. കാരണം ക്രിസ്തു നിമിത്തമാണ്. പ്രിയ സഹോദരങ്ങളെ, ദിസ് ഈസ് ദ ലവ് ഓഫ് ദ ലോർഡ് വിച്ച് വി നീഡ് ടു ബി ഫിൽഡ് വിത്ത്. നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട ദൈവത്തിൻ്റെ ദൈവിക സ്നേഹം ഇതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ വാക്യം ഓൾറെഡി നമ്മൾ വായിച്ചു. 12:2 നമ്മൾ വായിച്ച വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലോട്ട് പോയത് കരഞ്ഞുകൊണ്ടാണോ? 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Looking unto Jesus, the author and finisher of the faith, who for the joy that was set before them, ആ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷമോർത്ത്, who was set before him, endured the cross. അല്ലേ? നമുക്കറിയാം ലേബർ പെയിൻ ഇറ്റ്സ് എ ബിഗ് പെയിൻ. പക്ഷേ കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് സാരമില്ല എന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും, ഇല്ലെന്നും കർത്താവും പറയുന്നില്ല. പക്ഷേ ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ ഓഫ് ദ ഹോൾ തിങ്. കർത്താവും ആ വലിയ പിക്ചറാണ് നോക്കുന്നത്. ആ നോക്കിയിട്ട് പറയുകയാണ്, ദർ ഇസ് എ ബിഗർ ജോയ് വിച്ച് ഇസ് സെറ്റ് ബിഫോർ മീ. എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു സന്തോഷമുണ്ട്. എന്താണ്? നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുക എന്നുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ ക്ഷമിച്ചു തരിക എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ലഭിച്ചോ ലഭിച്ചില്ലയോ എന്നുള്ളതല്ല
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബേസിസ് ആയിട്ടുള്ളത്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു, അവൻ്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി, അവൻ്റെ പുത്രനാക്കി അല്ലെങ്കിൽ പുത്രിയാക്കി തീർത്തു. ഇന്ന് അവനോടുകൂടെ ഇരിക്കാൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നു. ആ വലിയൊരവസരം ദൈവം തരുന്നതിന് കർത്താവ് ഇതിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ പൊക്കോളാം. സന്തോഷത്തോടുകൂടി അപമാനം അലക്ഷ്യമാക്കി ധൈര്യത്തോടുകൂടെ ക്രൂശിലേക്ക് നടന്നു ചെന്നു. ഹല്ലേലൂയ. അതായിരുന്നു കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വെച്ച മാതൃക. പ്രിയ സഹോദരങ്ങളെ, അവിടെയും എങ്ങനെയാണ് സന്തോഷത്തിൽ, അപ്പനോടുള്ള സന്തോഷം, കാരണം അപ്പം കൊടുത്തൊരു കമാൻഡാണ്, മോനെ നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം പുസ്തകത്തിലുള്ള നിന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം. എന്താ ദൈവത്തിൻ്റെ ഹിതം? നീ പോയി ഇവരെ വീണ്ടെടുക്കണം. ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചും ഞാനിതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമാറാകട്ടെ. ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ ഞാനിത് പറയുമ്പോഴും പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ഞാൻ പറഞ്ഞ 2 പിക്ചർ നിങ്ങളുടെ മുമ്പിൽ തന്നു. ഒന്ന്, കുടുംബജീവിതം താറുമാറായി കിടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ വ്യക്തിപരമായ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കുന്ന അവസ്ഥ. സഹോദരനിപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും നമ്മളുടെ കർത്താവുമായിട്ടുള്ള നടത്ത ഒരു തലവേദനയായിത്തീരരുത്. എപ്പോഴായി തലവേദനയായിത്തീരുന്നതെന്നറിയാമോ? ഞാൻ പലപ്പോഴും നേരത്തെ ഞാനിത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് ജനറേഷൻ ക്രിസ്ത്യൻസിന് ബാപ്റ്റിസം കൊടുക്കാൻ ഡിലേ ചെയ്യുന്നത്? നിങ്ങളുടെ ആരുടെയും വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം ഹനിക്കുകയല്ല, പക്ഷേ നിങ്ങൾക്കതൊരു ജസ്റ്റ് ഒരു കളിയായിട്ട് തോന്നാം. പക്ഷേ പലരുടെയും ജീവിതം കാണുമ്പോൾ അവർക്കതൊരു തലവേദനയാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പിന്നെ ഒരു തലവേദന, മീറ്റിങ്ങിന് പോകണമല്ലോ, കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഞാൻ ഡിലേ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായത് ഒരിക്കലും ഒരു തലവേദനയായിത്തീരരുത്. കർത്താവുമായിട്ട് നടക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവുമായിട്ട് വർദ്ധിച്ചു വരുന്ന സ്നേഹമായിരിക്കണം നമ്മൾ ദൈവവുമായിട്ടുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സൈഡിൽ കർത്താവ് സ്നേഹത്തിൻ്റെ വലിയ കൂമ്പാരമാണെങ്കിൽ, മറ്റേ സൈഡിൽ ഇപ്പോഴത്തെ വേണം അദ്ദേഹം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടിയാണ്. ഈ 2 പിക്ചറും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ കേട്ടു, നാഹൂമിലൊക്കെ ദൈവം സംസാരിക്കുന്ന വാക്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച് കേൾപ്പിച്ചു. നിനവെയൊന്നും അസീരിയൻസിനെ ഒന്നും ദൈവം ഒരു രീതിയിലും ടോളറേറ്റ് ചെയ്തില്ല. അതാണ് ദൈവത്തിൻ്റെതായിട്ടുള്ള റൈച്ചസ്നെസ്സിൻ്റെയും കോപത്തിൻ്റെയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എണ്ണമില്ലാത്ത സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു. ഈ 2 ദൈവം തന്നെയാണ്, ഒരേ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ 2 ഫേസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ ആ സ്നേഹം കുറയുമ്പോഴൊക്കെ പിന്നെയും കർത്താവ് എൻ്റെ ജീവിതത്തിലൊരു കുറവുണ്ട്, ദൈവമേ എന്നെ സഹായിക്കണം. എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത്? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 2. കർത്താവ് ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു? ജോൺ ചാപ്റ്റർ 2 എന്തായാലും കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി. അതായിരുന്നു ആദ്യത്തെ അത്ഭുതമായിട്ട്, അടയാളമായിട്ട് ചെയ്തത്. അവിടെ ചെയ്തതിനുള്ള കാര്യം അവിടെ കാണിക്കുന്ന ഒരു കല്യാണത്തിൻ്റെ ഒരു സാഹചര്യമാണ്, ഒരു മാരേജ് സിറ്റുവേഷനാണ്. ആ മാരേജ് സിറ്റുവേഷനിൽ അവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ വൈൻ. വൈൻ പലപ്പോഴും കാണിക്കുന്ന വൈൻ ഷോസ് ദ ഗ്ലാഡ്നെസ്, അല്ലെങ്കിൽ സന്തോഷമാണ് കാണിക്കുന്നത്. ആ വിവാഹത്തിലെ സന്തോഷമൊക്കെ പോയി. ഇപ്പം കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുന്നതേ ഉള്ളൂ. വീട്ടിൽ വന്ന് ചോറ് ഇരിപ്പുണ്ട്, എടുത്ത് കഴിച്ചാലും കേട്ടോ, എന്നിട്ട് ഭാര്യ പോയി കിടക്കുക. നിങ്ങളെന്ന് ഓർത്ത് നോക്കി, ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ മേശപ്പുറത്തൊരു ചോറിരിപ്പുണ്ട്, ഭാര്യ പോയി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഹൃദയം തകർന്നു പോകും. മനസ്സിലായോ? ഒന്നും പറയണ്ട, ഒരു വാക്ക് പോലും പറയണ്ട, ചോറ് മാത്രമേ ഉള്ളൂ ടേബിളിൽ, ആൾ പോയി കിടന്നെങ്കിൽ എൻ്റെ ഹൃദയം തകർന്നു പോകും. അതേപോലെ തിരിച്ച് ഞാൻ ശമ്പളം മാത്രം കൊടുത്ത് ചുടിദാർ മാത്രം മേടിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവാണ്, ഒരു വാക്ക് പോലും പറയാൻ എനിക്കില്ലെങ്കിൽ തകർന്നു പോകും. സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറയുക മാത്രമല്ല, റിയാലിറ്റി ഹാവ് ടു ബി ദെയർ. അപ്പം ചോദിക്കും, കർത്താവ് എങ്ങനെ സഹോദരൻ നടക്കും? കർത്താവെ, ഞങ്ങളുടെ വീട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ, ദർ ഇസ് നോ വൈൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒക്കെ ചെല്ലുക. അവൻ പറയുന്ന പോലെയൊക്കെ ചെയ്യുക. അതാ കർത്താവ് പറഞ്ഞു. അമ്മ പറഞ്ഞു കൊടുത്ത ആ പരിപാടി. അമ്മ പറഞ്ഞു കൊടുത്ത എന്താണ്? വായിച്ചവായിട്ട് വാക്യം. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാലെങ്കിൽ ചെയ്തേക്കണം. സിമ്പിളല്ലേ?
അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങ് ചെയ്തേക്കണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തിനകത്ത് വീഞ്ഞില്ല. വിവാഹിതരാണോ എന്ന് ചോദിച്ചാൽ വിവാഹിതരാണ്. അടുത്ത ആനിവേഴ്സറി വരുന്നു, പറയാനായിട്ട് കഴിയുമോ? കർത്താവേ, സന്തോഷത്തോടെ വീഞ്ഞുണ്ട്. സോങ്സ് ഓഫ് സോളമൻ ചേർന്ന് വായിക്കാനായിട്ട് പറ്റുമോ? കർത്താവെ സഹായിക്കണം. കർത്താവ് അത്ഭുതം ചെയ്യും. ഇതാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവ് പറഞ്ഞു, ഇവിടെ പറഞ്ഞിരിക്കുന്നു, കോരി നിറയ്ക്കാനായിട്ട് പറഞ്ഞു. ആൻഡ് ജീസസ് സെഡ് ടു ദം, fill the troughs with water, and they filled them up to the brim. വക്കോളം നിറച്ചു. And he said to them, draw out now and take it to the master of the feast. ഇപ്പോൾ നീ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. The problem was solved, and God did a miracle in that life. I'll tell you, dear brothers, I know it looks simple, but that's what I'm saying. I don't know what to say, but one thing I can say, അവൻ പറയുന്നത് പോലെ ചെയ്യാം. എന്താണ് അവൻ പറയാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാം, അവൻ എന്തെങ്കിലുമൊക്കെ പറയും. ഈ വിവാഹത്തിൽ ആ നിലയിൽ സന്തോഷമില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ അവൻ എന്ത് പറഞ്ഞാലും അത് സന്തോഷത്തോടെ അനുസരിക്കാനൊരു മനസ്സ് നമ്മൾ കാട്ടിയാൽ, വക്കോളം കോരി നിറയ്ക്കാൻ, കാരണം അവനാണ് പറഞ്ഞത്. മാരേജ് അവനാണ് സ്ഥാപിച്ചത്, അവനാണ് കൂട്ടിച്ചേർത്തത്, അതും അവനാണ് റെസ്പോൺസിബിൾ. ഹല്ലേലൂയ. അവനോട് പറഞ്ഞാൽ അത് ശരിയാക്കും. അതേപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവെ പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പോയിരുന്നപ്പോൾ ഉറക്കം വരിക, ബൈബിള് തുറന്നാൽ ആദ്യം ഉറങ്ങുക. കർത്താവ് ബൈബിള് തുറക്കാനായിട്ട് പറ്റുന്നില്ല, ഭയങ്കര ബിസിയാണ്. ഞാൻ ഒരു സഹോദരൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഫുൾ ടൈമിൽ ഇറങ്ങുന്ന എൻ്റെ കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ കാര്യത്തിലുള്ള സംഭാഷിച്ചപ്പം പറഞ്ഞു, പിള്ളേരുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പം ദൈവം ഒരു ചോദ്യം ചോദിച്ചു, പിള്ളേരാണോ നിനക്ക് പ്രശ്നമെന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലായോ? അങ്ങനെ അർത്ഥം മനസ്സിലായോ? എന്തോ പിള്ളേരാണോ നിനക്ക് പ്രശ്നം? എബ്രാഹിമിനോട് ചോദിച്ചു, ഐസക്കിനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഐസക്കാണോ നിൻ്റെ വലിയ ആരാധന ഇപ്പോൾ? മനസ്സിലായോ? നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ആ സഹോദരൻ കാര്യം മനസ്സിലായി. അന്നേരേ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ മനസ്സിലായി കേട്ടോ, പറഞ്ഞെന്തോന്ന് മനസ്സിലായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്താണ് കർത്താവ് കാണിക്കുന്നത് നമുക്കേ അറിയത്തുള്ളൂ. ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണില്ല, എനിക്ക് ഒത്തിരി ബിസിയാണ്, ഞാൻ ഒത്തിരി ശരീരത്തിന് ക്ഷീണിതനാണ്, ഒക്കെ ആയിക്കോട്ടെ, ഐ എം ടെല്ലിങ് യു, ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് വിത്ത് ഓൾ യുവർ നീഡ്സ്. കർത്താവേ വീഞ്ഞില്ല, നീയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് സന്തോഷമില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഇനി ഞാൻ പാപത്തിൽ കുരുങ്ങി കിടക്കുക, സാരമില്ല, ടേക്ക് ഇറ്റ് ടു ദ ലോർഡ്. കർത്താവേ ഇന്ന വിഷയമാണ്, പുറത്ത് വരാൻ പറ്റണില്ല, ആരോടും പറയാനും പറ്റണില്ല, എൽഡേഴ്സിനോട് പറഞ്ഞാൽ അവർ പാട്ടാക്കും, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അടിക്കും, സാരമില്ല, ദൈവത്തോടെ എന്ന് പറയാം. I'll tell you, every secret prayer which you do it in front of the living God, He answers. ദൈവത്തിൻ്റെ സന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിൻ്റെ മുമ്പിൽ ചെന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവം കേൾക്കുകയും അതിന് തക്കതായ മറുപടികൾ തരികയും ചെയ്യും. ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ താമസിക്കുമായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അതുകൊണ്ട് ഇന്ന് മധ്യാഹ്നം തന്നെ കേൾക്കുന്ന ഓരോ സഹോദരന്മാരോടും എനിക്ക് പിന്നെയും പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ദൈവത്തെ ഹൃദയംഗമായി സ്നേഹിക്കുക. അത് കൽപ്പന ആയതുകൊണ്ടല്ല, കൽപ്പനയാണ് എന്നുള്ളത് ചോദിച്ചാൽ കൽപ്പനയാണ്, പക്ഷെ കൽപ്പന ആയതുകൊണ്ടല്ല. അവൻ നമ്മുടെ രക്ഷിതാവും അവൻ നമ്മുടെ പ്രിയതമനുമായതുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.